ചെറിയൊരു ഗ്രാമത്തിൽ കിട്ടുണ്ണി എന്നു പേരുള്ള ഒരു മിടുക്കനുണ്ടായിരുന്നു. അവൻ എല്ലാ കാര്യങ്ങളിലും മിടുമിടുക്കനായിരുന്നു കേട്ടോ. അവന് അമ്മ ഭക്ഷണം വയറ് നിറയെ കൊടുക്കുമായിരുന്നു. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് അവൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടു മിതമായേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം കിട്ടുണ്ണിക്ക് അമ്മ രാവിലത്തെ ഭക്ഷണം കഴിക്കാനായി കൊടുത്തു. പതിവ് പോലെ അന്നും കിട്ടുണ്ണി ഭക്ഷണം പാതി മതിയാക്കി. ഇത് കണ്ട് അമ്മ കിട്ടുണ്ണിയെ ഒരുപാട് വഴക്കു പറഞ്ഞു. പക്ഷേ കിട്ടുണ്ണി എന്താണ് ചെയ്തതെന്നറിയാമോ? കിട്ടുണ്ണി ബാക്കി വരുന്ന ഭക്ഷണമെല്ലാം അയൽപ്പക്കത്തുള്ള ജിമ്മി എന്ന് പേരുള്ള പട്ടിക്ക് കൊടുക്കുമായിരുന്നു. ഒരിക്കൽ കിട്ടുണ്ണിയുടെ അമ്മ ഇതു കണ്ടു. ദേഷ്യത്തോടെ അമ്മ കിട്ടുണ്ണിയെ ഒരുപാട് വഴക്കു പറഞ്ഞു. ജിമ്മി അമ്മയെ കണ്ടതും അവിടെ നിന്ന് ദൂരെ പോയി. കുറേ ദിവസത്തേക്ക് ജിമ്മിയെ കാണാനേ ഇല്ലായിരുന്നു. ഒരു ദിവസം അമ്മ കിട്ടുണ്ണിയെ കടയിൽ സാധനങ്ങൾ വാങ്ങാനായി കാശ് കൊടുത്ത് പറഞ്ഞയച്ചു. കാഴ്ചകൾ കണ്ടുകൊണ്ട് കടയിലേക്ക് പോകുന്നതിനിടെ കിട്ടുണ്ണിയുടെ പണം കയ്യിൽ നിന്നും വീണുപോയി. കിട്ടുണ്ണി കടക്കാരൻ്റെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി കാശു കൊടുക്കാൻ നോക്കിയപ്പോൾ കാശു കാണുന്നില്ല. കടക്കാരനാണെങ്കിൽ കാശിനു വേണ്ടി കിട്ടുണ്ണിയോട് വഴക്കിടാൻ തുടങ്ങി. കിട്ടുണ്ണി അവിടെ നിന്നും ഉറക്കെ കരയാൻ തുടങ്ങി. കിട്ടുണ്ണിയെ കാണാതായപ്പോൾ അമ്മ കടയിലേക്ക് അവനെയും തിരക്കി വന്നു. കടക്കാരൻ കാശിനായി അമ്മയോടും വഴക്കിട്ടു. അങ്ങനെ അവസാനം കാശില്ലാത്തതിനാൽ വാങ്ങിയ സാധനങ്ങളെല്ലാം തിരികെ കടക്കാരന് കൊടുത്ത് അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? അവരുടെ മുന്നിലായി ജിമ്മി കാശു കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കിട്ടുണ്ണിക്കും അമ്മയ്ക്കും സന്തോഷമായി. കടക്കാരനിൽ നിന്നും സാധനങ്ങളും വാങ്ങി അവർ 3 പേരും തിരികെ വീട്ടിലേക്കു യാത്രയായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ജിമ്മിക്കും അമ്മ ചോറ് കൊടുക്കാൻ തുടങ്ങി. ജിമ്മിക്ക് സന്തോഷമായി. ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും വൈകിയാണെങ്കിലും അതിൻ്റെ പ്രതിഫലമുണ്ടാകും.